കോഴിക്കോട് കൊടുവള്ളിയിലെ മുൻ നിയമസഭാംഗവും ഇടത് സഹയാത്രികനുമായിരുന്ന കാരാട്ട് റസാക്ക് മാതൃപേടകത്തിലേക്ക് മടങ്ങി. തിരികെ മുസ്ലിം ലീഗിലേക്ക് അദ്ദേഹം അംഗത്വമെടുത്ത് മടങ്ങിയിട്ടുണ്ട്. പാണക്കാട് തറവാടിലെത്തി ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് കാരാട്ട് റസാക്ക് അംഗത്വം സ്വീകരിച്ചു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് കാരാട്ട് റസാക്ക് അന്ന് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തു. ഒരു ഉപാധികളുമില്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തരികയുണ്ടായി. ഏതായാലും അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ട്രെൻഡ് UDF അനുകൂലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അവർ ലീഗിലെ ആളുകളെ സ്വതന്ത്രന്മാരെയൊക്കെ പിടിച്ച് പണ്ട് കളിച്ച പോലെ കളിക്കാൻ കഴിയും എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ ഒഴുക്ക് ഇങ്ങോട്ടാണ്. കാരാട്ട് റസാക്ക് വളരെ കാലം വലിയ റെക്കോർഡ് ലീഗിൻ്റെ കൂടെയുള്ള ഒരാളാണ്. ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. അദ്ദേഹത്തിന് തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ തോന്നി. തങ്ങൾ സ്വാഗതം ചെയ്തു, മെമ്പർഷിപ്പ് കൊടുത്തു. വളരെ സന്തോഷം. വലിയ കഠിനവടികളൊക്കെ അപ്പുറത്താണ് പൊട്ടിയത്. UDF ചെറു പടക്കങ്ങളൊക്കെ അവിടെയും ഇവിടെയും പൊട്ടിയെന്നല്ലാതെ ഇപ്പോൾ ട്രെൻഡ് UDF അനുകൂലമാണ്. തന്നെ ചേർത്ത് പിടിക്കുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു പോയെന്ന് കാരാട്ട് റസാക്ക് കുറ്റപ്പെടുത്തി. ചേർത്ത് പിടിക്കുന്നതിൽ CPM വമ്പൻ പരാജയമാണിപ്പോൾ നിലവിലുള്ളത്. CPMൻ്റെ മുൻ മന്ത്രിമാർ MLAമാരൊക്കെ കൂടി വിട്ടു ഒയ്യാണ്. പിന്നെ സഹയാത്രികരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഒരു പരാതിയും പരിഹരിച്ചിട്ടില്ല. കൊടുത്ത പരാതികളൊക്കെ അങ്ങനെ തന്നെ അഡ്രസ്സ് കാണാതെ എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. എന്നാൽ ഇന്ന് അല്പം മുമ്പ് വാർത്താമാധ്യമക്കാരെ കണ്ട CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് കാരാട്ട് റസാക്കിന് പ്രതീക്ഷിച്ചതുപോലെ ഇടതുപക്ഷത്തു നിന്നും കിട്ടിയിട്ടുണ്ടാകില്ല, അതുകൊണ്ടായിരിക്കും ഈ മടങ്ങിപ്പോക്കെന്നാണ്. അയാൾ അവർ തന്നെ വന്നല്ലോ. അല്ല, ഞങ്ങളുടെ സഹയാത്രികയെല്ലാം ചേർന്ന് നിർത്തുന്ന എത്രയോ അനുഭവങ്ങളുണ്ടല്ലോ. കാരാട്ടിൻ്റെ മാത്രം അനുഭവമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും കാര്യം. അത്രയേ ഉള്ളൂ അതിനെ കാണുള്ളൂ. തനിക്കെതിരെ മത്സരിച്ചവരൊക്കെ മുസ്ലിം ലീഗിലേക്ക് മടങ്ങി വരുന്നുവെന്ന കൗതുകം നിറഞ്ഞ പ്രതികരണമായിരുന്നു ഇന്ന് MK മുനീറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നേരത്തെ മഞ്ഞളാംകുഴി അലിയും ഇപ്പോൾ കാരാട്ട് റസാക്കും ലീഗിലേക്ക് വന്നു. ഇനി അഹമ്മദ് ദേവർകോവിലിൻ്റെ ഊഴമാണെന്നും ഡോക്ടർ MK മുനീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സന്തോഷ മുഹൂർത്തമാണ്. എനിക്കുള്ള വ്യക്തിപരമായ സന്തോഷം, ഞാൻ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ വ്യക്തിയോട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ഞാൻ മത്സരിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ തന്നെയായിരുന്നു മഞ്ഞളാംകുഴി അലി സാഹിബുമായിട്ട് ഞാൻ മത്സരിച്ചു. അദ്ദേഹം തിരിച്ചെത്തി. അങ്ങനെ ഓരോരുത്തരായിട്ട് വരട്ടെ. ഇനി ദേവർകോവിലാണ് ഇനി വരാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.